ഹായ്, ഞാൻ നിരഞ്ജന. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ മിഡിൽ സ്പ്ലിറ്റിനെ കുറിച്ചാണ്. മിഡിൽ സ്പ്ലിറ്റ് ചെയ്യാനുള്ള എക്സസൈസും ടിപ്സും ആണ് ഞാൻ ഇന്ന് തരാൻ ഉദ്ദേശിക്കുന്നത്. ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടി മിഡിൽ സ്പ്ലിറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. കാല് രണ്ടും രണ്ട് സൈഡിലേക്കും സ്ലൈഡ് ചെയ്യുക. ലെഗ് ചേഞ്ച് ചെയ്യുക. ഇനി നമുക്ക് സൈഡ് ലെഗ് സ്ട്രെച്ച് ചെയ്യാം. അതും 5 കൗണ്ട് വീതം രണ്ട് സൈഡിൽ. അടുത്തതായിട്ട് സൈഡ് സ്ട്രെച്ച് ചെയ്യുക. നീ ഫുൾ ഡൗൺ ചെയ്യുക. കാല് ഫ്ലാറ്റ് ആക്കി വെക്കാൻ തലത്ത് മാക്സിമം ഫോർവേഡ് സ്ട്രെച്ച് ചെയ്യുക. ബാക്ക് മാക്സിമം ഫോർവേഡിലേക്ക് പുഷ് ചെയ്ത് കൊടുക്കുക. ഒരു 30 സെക്കൻഡ്സ് അങ്ങനെ ഹോൾഡ് ചെയ്യാൻ നോക്കുക. 30 സെക്കൻഡ്സ് മാക്സിമം ഹോൾഡ് ചെയ്ത് സ്ട്രെച്ച് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ കാല് കുറച്ച് ഹൈറ്റിൽ വെച്ചിട്ട് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് അവിടുന്ന് രണ്ട് കാലിലേക്കും സ്ട്രെച്ച് കൊടുക്കുക. ഫ്രണ്ട് ലെഗിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. മാക്സിമം ഹോൾഡ് ചെയ്തിട്ട് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക ഫ്രണ്ടിലേക്ക്. അതേമാതിരി താഴത്തേക്കും സ്ട്രെച്ച് ചെയ്യുക. മാക്സിമം ബാലൻസ് ആക്കിയിട്ട് ഹോൾഡ് ചെയ്യുക. ഇതേ സ്ട്രെച്ച് ഒരു 5 ടൈംസ് ചെയ്യുക മാക്സിമം. ഫസ്റ്റ് സ്ട്രെച്ച് ഫ്രണ്ടിലേക്ക് ചെയ്യുക. റൈറ്റ് സൈഡിലേക്ക് ചെയ്യുക. അഗെയിൻ ടു ഓപ്പോസിറ്റ് സൈഡ്. ബാക്ക് സ്ട്രെച്ച് റൈറ്റ്. സ്ട്രെച്ച് ലെഫ്റ്റ്. ഇനി കാല് എൽ ഷേപ്പിൽ ക്ലോസ് ചെയ്യാം. കാല് ഒരു എൽ ഷേപ്പിൽ വെക്കുക. അഗൈൻ ഫ്രണ്ടിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. മാക്സിമം സ്ട്രെച്ച് ചെയ്യുക. കൈ മാക്സിമം ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക. അഗൈൻ സൈഡ് സ്ട്രെച്ച് ചെയ്യുക. കൈ അപ്പ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യുക. ഫസ്റ്റ് ഫ്രണ്ടിൽ. Again hold to front. അടുത്ത നമുക്ക് കഴിയുന്ന അത്ര ബാലൻസിൽ വൈഡ് വെക്കുക. അടുത്ത് മെല്ലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സ്ട്രെച്ച് ചെയ്യുക. ഹിപ്പ് വെച്ചിട്ട് പിന്നെ ഗ്രൗണ്ടിലേക്ക് പുഷ് ചെയ്ത് കൊടുക്കുക. മാക്സിമം പുഷ് ചെയ്യുക. അതിന് പെയിൻ വരുന്ന രീതിയിൽ, പെയിന് കൂടുമ്പോൾ ജസ്റ്റ് ബാക്കോട്ട് ഇരിക്കുക. ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ ടോ അപ്പ് ചെയ്യാതെ കാല് ഫീറ്റ് കറക്റ്റ് താഴ്ത്തി തന്നെ നിൽക്കണം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് അവിടുന്ന് ജസ്റ്റ് ഫ്രണ്ടിലേക്ക് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. കഴിയുന്നത്ര രീതിയിൽ സ്ട്രെച്ച് ചെയ്യുക. ബാക്ക് ബോൺ വളയാതെ ഹിപ്പ് സ്ട്രെച്ച് ചെയ്യുക. കഴിയുന്നത്ര രീതിയിൽ ഫ്രണ്ടിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. തൈസിൻ്റെ ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഫ്രോഗ് സ്ട്രെച്ച് ചെയ്യുക. കാൽ നേരെ ബാക്കോട്ട് മടക്കുക. രണ്ട് കാലും ഫ്രണ്ടിലേക്ക് കഴിയുന്നത്ര രീതിയിൽ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ സ്ട്രെച്ചിങ് ഒക്കെ ചെയ്യുമ്പോൾ പെയിന് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത ഒരു സിമ്പിൾ സ്ട്രെച്ചിങ് ആണ് ബട്ടർഫ്ലൈ സ്ട്രെച്ച്. കാൽ രണ്ടും ക്ലോസ് ചെയ്ത് വെക്കുക. ഗ്രൗണ്ട് ടച്ച് ചെയ്യുന്ന രീതിയിൽ ഷെയ്ക്ക് ചെയ്യുക. മാക്സിമം ഷെയ്ക്ക് ചെയ്യുക. അതൊരു പെയിൻ റിലാക്സിങ് എക്സസൈസ് ആണ്. എളുപ്പമാണ്. കാല് കുറച്ചുകൂടി ക്ലോസ് ചെയ്ത് കൊടുത്താൽ കുറച്ച് ടഫാവും, പക്ഷേ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. ഷേക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ അവിടുന്ന് ഫ്രണ്ടിലേക്ക് ബെൻഡ് ചെയ്യാൻ നോക്കുക. ഓരോ ദിവസവും നമ്മളെ ടാസ്ക് കൂട്ടി വരിക. ഇപ്പോൾ പറഞ്ഞ വർക്കൗട്ട്സ് ഒക്കെ ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതുകൊണ്ട് കഴിയുന്നത്ര രീതിയിൽ സ്ട്രെച്ച് ചെയ്യുക. കുറച്ച് ടൈം സ്ട്രെച്ചിങ്ങിന് വേണ്ടി തന്നെ മാറ്റി വെക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ്. ഇതുപോലുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.